പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വീട്ടിൽ പെരുമ്പാമ്പ്. നന്ദകുമാർ എന്നയാളുടെ വീട്ടിലാണ് ഇന്ന് രാവിലെയും പെരുമ്പാമ്പിനെ കണ്ടത്. കോന്നിയിൽ വനംവകുപ്പിന്റെ RRT സംഘം, ദ്രുതപ്രതികരണ സംഘം സ്ഥലത്തെത്തി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് പത്തനംതിട്ട ഇളകൊള്ളൂരിൽ നന്ദകുമാറിന്റെ വീട്ടിലേക്ക് പെരുമ്പാമ്പ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇന്ന് പുലർച്ചെയുമാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യത്തെ 2 ദിവസം മുമ്പ് വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ സോപാനത്തിലൂടെ ഒരു വലിയ പെരുമ്പാമ്പ് ഇഴഞ്ഞു പോകുന്നത് ഈ നന്ദകുമാറിന്റെ ഒരു ബന്ധുവും ഒരു കുഞ്ഞു കൊച്ചും കാണുകയായിരുന്നു. അതിന് പിന്നാലെ RRT ടീമിനെ വിളിച്ചു വരുത്തുകയും രാത്രിയോടുകൂടി RRT സംഘം അവിടെ വന്ന് ആ പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം വൈകിട്ട് ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി വീണ്ടും വീടിന്റെ മുമ്പിൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു പോകുന്നു കണ്ടു. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ക്യാമറയിലും കൃത്യമായിട്ട് ഈ പെരുമ്പാമ്പ് അവിടെ നിന്ന് ഇഴഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ വീട്ടുടമസ്ഥൻ തന്നെ ഒരു ചാക്കിലേക്ക് ഈ പെരുമ്പാമ്പിനെ കെട്ടി മാറ്റി വെക്കുകയാണ്. രാത്രിയോട് കൂടി തന്നെ RRT വന്ന് പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ അത്യാവശ്യം ചെറുതല്ലാത്ത വലിയൊരു പെരുമ്പാമ്പ് വീടിന്റെ മുമ്പിലൂടെ ഇഴഞ്ഞു പോകുന്നത് കണ്ടു. ഉടൻ തന്നെ RRT സംഘത്തെ വിളിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ വീട്ടുടമസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ പാമ്പ് വീടിനകത്തേക്ക് ഇഴഞ്ഞു കയറി പോകുന്നത് കണ്ടുകൊണ്ട് ഒരു ബക്കറ്റിനകത്തേക്ക് ഈ പാമ്പിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് RRT സംഘത്തെ വിളിച്ച് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരോട് പറയുന്നത്, RRT സംഘത്തോട് പറഞ്ഞത്, ഞങ്ങൾ ഈ പാമ്പ് എഴിഞ്ഞു പോകുന്നത് കണ്ട് ഞങ്ങൾ അതിനെ ഒരു ബക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ RRT സംഘം അവരോട് പറയുന്നത്, നിങ്ങളതിനെ അങ്ങനെ ചാക്കിലൊന്നും ആക്കി വെക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചതായിട്ടുള്ള ഒരു പരാമർശം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി കൂടി ഈ നാട്ടുകാരും വീട്ടുടമസ്ഥനും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വന്ന് പിടികൂടിക്കൊള്ളാം. പക്ഷേ വീട്ടുകാർ പറയുന്നത്, ഈ പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു പോകുമ്പോൾ എത്ര നേരം അതിനെ നോക്കി നിൽക്കും, ഇതിനെ ചാക്കിലാക്കുകയോ ബക്കറ്റിലാക്കുകയോ ചെയ്താൽ മാത്രമല്ല ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ RRT സംഘത്തിന് കോന്നിയും അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായിട്ടുള്ള പലയിടങ്ങളിലേക്കും അവരുടെ പരിധിയുണ്ട്. വിളിക്കുമ്പോൾ അവർ പല സ്ഥലത്തായിരിക്കും, അവർ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് എത്താറുള്ളത്. പക്ഷേ ഈ വീട്ടുകാർ ഇതിനെ ചാക്കിലോ ബക്കറ്റിലോ ഒക്കെ ആക്കി വെക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു സമീപനമാണ് ഈ പറയുന്ന RRT സംഘം സ്വീകരിച്ചതെന്നാണ് ഈ നന്ദകുമാറിന്റെ ബന്ധുക്കൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് പെരുമ്പാമ്പ് വീട്ടിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ വീണ്ടും ആ പ്രദേശത്ത് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.